ഒപ്പം റിയ പറയൂ വിശേഷം. 8:41 പുറപ്പെട്ടു അല്ലേ? അതെ മോത്തി, വന്ദേ ഭാരതിന്റെ ബാംഗ്ലൂരു സർവീസിന്റെ ആദ്യ യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിന്റെ ചൂളംവിളി നമ്മൾ കേട്ട് കഴിഞ്ഞു. കാരണം മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു സർവീസാണ്. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ബാംഗ്ലൂരുവിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാര്യമെന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ കുട്ടികൾക്ക് മധുരം നൽകിക്കൊണ്ട് ആ യാത്രയുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അദ്ദേഹം നേരത്തെ യാത്രക്കാരുമായി സംസാരിച്ചിരുന്നു. ഇതായിപ്പോൾ കുട്ടികൾക്ക് മധുരം നൽകിക്കൊണ്ട് ആ സന്തോഷത്തിന്റെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞത് മറ്റു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ കേരളത്തിലേക്ക് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് തുടരും, അത് തുടങ്ങാനാകും എന്നതാണ് പറയുന്നത്. ഇതായിപ്പോൾ അദ്ദേഹം ചോക്ലേറ്റ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്രയുടെ ഒരു സന്തോഷം പങ്കുവെക്കുന്നത്. വിദ്യാർത്ഥികളും ആ അർത്ഥത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. വലിയ സന്തോഷം അവർക്കുണ്ട്. യാത്രയുടെ സന്തോഷമുണ്ട്, മിഠായി കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. ഹാപ്പിയാണോ? യാത്ര മിഠായിയൊക്കെ കിട്ടി. അതാണ് പ്രധാനം, കൈതരുന്നതിനേക്കാൾ. എന്താ പറഞ്ഞത് കേന്ദ്രമന്ത്രി? കുട്ടികളുടെ ഒരു സന്തോഷ പ്രകടനം കൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ആദ്യ വന്ദേ ഭാരത് യാത്രയിൽ, ബാംഗ്ലൂരുവിലേക്കുള്ള ആദ്യ യാത്രയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഓരോ സ്കൂളുകളിലും ചില മത്സരങ്ങൾ നടത്തിയിരുന്നു. ആ മത്സരത്തിൽ വിജയിച്ചവരെയാണ് ഈ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നത്. അതിൽ വിജയിച്ചതിന്റെ ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയിൽ നിന്ന് സ്വീറ്റ്സ്, മിഠായി അടക്കം കിട്ടിയിരിക്കുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. വന്ദേ ഭാരതിനെ കുറിച്ച് പറഞ്ഞാൽ 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 9 സ്റ്റേഷനുകൾ താണ്ടി ബാംഗ്ലൂരുവിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് കേരളത്തിലുള്ളത്. തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട്, അതോടൊപ്പം എറണാകുളം സ്റ്റേഷൻ, പിന്നീട് തൃശ്ശൂർ, പിന്നീട് പാലക്കാട്, അങ്ങനെ 3 സ്റ്റേഷനുകളാണ് കേരളത്തിലുണ്ടാവുക. 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു യാത്രാക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് 5:10 പുലർച്ചെ 5:10 യാത്ര ആരംഭിക്കുന്നു. അത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 1:20 എത്തുന്നു. 8 മണിക്കൂർ 40 മിനിറ്റ്. ഇവിടെ നിന്ന് തിരിച്ച് 2:40 യാത്ര പുറപ്പെടുന്നു. ബാംഗ്ലൂരുവിൽ 11:40 എത്തുന്നു. അതാണ് ഒരു സമയക്രമം. രാത്രി 11:40 എത്തുന്നു. അതാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം. 11-ാം തീയതി മുതൽ ഔദ്യോഗികമായി യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് 14 ആയേക്കാം. 8 കോച്ചുകളുണ്ട്, 600ഓളം സീറ്റുകളുണ്ട്. 1500 മുതലാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക്